Warm greetings, ladies and gentlemen, boys and girls. Welcome to the next chapter of Priya Jacobs' Mera Man, My Mind in association with Contour Backwater Hotel Resorts and Convention Center. So, let's welcome today's guest. Nanaita introduce Jainala. She herself will introduce. Namaste. Namaste. Can you introduce yourself to our viewers? Yes, of course, Priya. First of all, let me thank you for inviting me for your program, Mera Man, My Mind. My name is Ruby Joseph. Basically, I am from Rani, Pathanamthitta Rani, but married to Kottayam Chengalam, K.M. Joseph. Okay. I started my career as a teacher from a small school in Rani. So, how many years have you been married now? Etra varsham? Oh, that is a long period of time, 43 years now. Wow. Our bonding and bonding is there now. What do you think? Like, ഏറ്റവും കാതലായ കാര്യം എന്താ ഒരു മാരിറ്റൽ ലൈഫിന്റെ ഏറ്റവും അഡ്ജസ്റ്റ്മെന്റ്, ഡെഫിനറ്റ്ലി അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് വി ഹാവ് ടു അഡ്ജസ്റ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ നിസാര കാര്യത്തിന് വാശി പിടിക്കാതെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ഐ എം ദ എൽഡസ്റ്റ് ഓഫ് ദ 5 ചിൽഡ്രൻ. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അച്ചാച്ചൻ സ്നേഹിക്കുന്നുണ്ട്. എന്നെ മോനെ എന്നല്ലാതെ എൻ്റെ ഫാദർ വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ മോനെ മോനെ എന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡും അത് കണ്ടോണ്ട് അച്ചാച്ചനോടുള്ള ഒരു അപ്പൻ്റെ സ്നേഹം എന്താണെന്ന് അവിടെ മനസ്സിലാക്കി. അതുപോലെ എന്നെ അതുപോലെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. എന്നെ എൻ്റെ ഫാദർ എങ്ങനെ കൺസിഡർ ചെയ്തോ അതുപോലെ തന്നെയുള്ളൊരു കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അവർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മോനെ എന്നല്ല മോളെ എന്നല്ല, അത് എന്നെ പേര് വിളിച്ചാൽ അത് ചീത്ത വിളിക്കുന്നതിന് തുല്യമായിട്ട്. ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് മക്കളോട് പറയുന്നത് ഞാൻ കേട്ടു. സ്വന്തം ഭാര്യയെ പേര് വിളിക്കാൻ പറ്റാത്ത ഒരു ഹതഭാഗ്യനാണ് ഞാൻ. തമാശയായിട്ട് പറഞ്ഞതാണ്. മോനെ എന്നാണോ വിളിക്കുക? മോനെന്നും അല്ല, ഒത്തിരി ഒത്തിരി ഉണ്ട്. അത് പറയാനായിട്ട് ഒരു മടിയുടെ ആവശ്യമില്ല. കാരണം പലർക്കും അത് അങ്ങനെ അയ്യോ ഞാൻ എങ്ങനെ പറയുന്നതെന്നല്ല, അത് പറയണം. ബിക്കോസ് എൽഡേഴ്സ് എന്ത് കാണിക്കുന്നോ അത് യങ്ങർ ജനറേഷൻ പഠിക്കുന്നവരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കുട്ടികൾ പേരൻസ് എന്ത് കാണിക്കുന്നോ അതാണ് അവരുടെ ഹാബിറ്റ് ആയിട്ടും അവരുടെ കണ്ടീഷനിങ്. ആക്ച്വലി മാം, that is a female psychology, I guess. നമ്മൾ സ്ത്രീകൾക്ക് ചെറിയ കാര്യങ്ങളാണ് സന്തോഷം കിട്ടുക ഒട്ടുമുക്കാലും. ഞാൻ മേ ബി അതിലല്ലാത്ത വിമൻ ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും ഒരു 80 to 90% വിമന് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ വാവ് ഇറ്റ്സ് ഗുഡ് എന്ന് പറയുന്ന ആ ഒരു അപ്രിസിയേഷൻ മതി അവർക്ക് കംപ്ലീറ്റ് വേൾഡ് തന്നെ ആ ഹസ്ബൻഡിന് കൊടുക്കാനായിട്ട്. ദറ്റ് വൺ വേർഡ് ഇസ് മോർ ദൻ എനഫ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പലർക്കും അതിനൊന്നും നേരവും ഇല്ല. ഇത് ഓക്കെ, യു ഈക്വൽ റൈറ്റ്സ് ആണ്, പാർട്ട്നേഴ്സ് ആണ്. യു ഡു യുവർ പാർട്ട്, ഐ ഡു മൈ പാർട്ട്. നീ ചെയ്യേണ്ടത് നീ ചെയ്യാൻ, ഞാൻ ചെയ്യാൻ, നമ്മൾ ഒന്നിച്ച് പോലെ പല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രിസിയേഷനോ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മോളെ എന്നുള്ള ആ ഒരു പാറ്റിംഗ് ഓൺ ദ ഷോൾഡറോ ഒന്നും അധികം കാണുന്നില്ല. എല്ലാരും ഭയങ്കര തിരക്ക്. പക്ഷേ ദാറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. വെരി മച്ച് കറക്റ്റ്. ഞങ്ങൾക്ക് വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഇടയ്ക്കുണ്ടായി. അതൊന്ന് ഞാൻ ചോദിച്ചോട്ടെ, ലൈക്ക് വാട്ട് വാസ് ദ ഹെൽത്ത് ഇഷ്യൂ? കിഡ്നിക്ക് ക്രിയാറ്റിൻ കൂടി വന്നു. അതിന് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഞങ്ങൾ പലതും ചെയ്തു. ഇവിടെ നാച്ചുറോപ്പതി ഒക്കെ ചെയ്തു. പക്ഷെങ്കിൽ 2018 suddenly it went very high. 2018 എന്ന് പറയുമ്പോൾ how old was he? 2018 he was 64. Now he is 70. Recently we celebrated his 70th birthday. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ വന്ന് നോക്കിയപ്പോൾ പുള്ളിക്ക് നീരൊക്കെ വെക്കാൻ തുടങ്ങി. സ്കൂൾ കഴിഞ്ഞ് വന്നു. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഫ്ലൈറ്റിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്ന് നെക്സ്റ്റ് ഡേയിലാണ് ഡോക്ടറെ കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ബെറ്റർ ടു സ്റ്റാർട്ട് വിത്ത് ഡയാലിസിസ് from tomorrow. It was a shock. But it took only 1 or 2 hours for him to settle with that. രണ്ട് കിഡ്നി പോകുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് 8 months ഡയാലിസിസിൽ കൂടെ കടന്നുപോയി. അന്നേരവും എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഐ വെയിറ്റ് ഔട്ട്സൈഡ് ഡയാലിസിസ് യൂണിറ്റിൻ്റെ വെളിയിൽ ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ കൂടെ മറ്റുള്ളവരുടെ ബൈ സ്റ്റാൻഡേർഡ്സ് പറയും. അപ്പം നമുക്കത് പ്രയാസമുണ്ടല്ലോ, മോളെ വിഷമിക്കരുത്. ഈ ഡയാലിസിസിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെയൊക്കെ മൈൻഡ് സെറ്റൊക്കെ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അവരുടെ ആങ്കറോ ഒത്തിരി ദേഷ്യങ്ങളൊക്കെ നമ്മളോട് കാണിക്കും. അതൊന്നും മൈൻഡ് ചെയ്ത് അവരെന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കുമായിരുന്നു, എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ. പക്ഷേ എന്താണ് അതിൻ്റെ എന്തുകൊണ്ട് അവർ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്? ഈ 3 hours 4 hours ഒരേ കിടന്ന് ഇതിൻ്റെ ആ ഒരു ഇഞ്ചക്ഷൻ തന്നെ പറയുമ്പോൾ നല്ല പെയിൻഫുൾ ആണ്. പിന്നെ ലൈഫിൽ മുന്നോട്ട് ഇത് എവരി അതർ ഡേ ഇത് ചെയ്യണോ, ദാറ്റ് ഈസ് ബെറ്റർ. ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ
എവറി 3 days അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്തായാലും അതിൻ്റെ ആ ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്, ഡ്രിങ്കിങ് ഹാബിറ്റ്, ഒരുപാട് എല്ലാം നോ ആ ഫുഡ് പറ്റത്തില്ല, ഈ ഫുഡ് ലൈഫ് സ്റ്റൈലേ അങ്ങ് മാറിപ്പോയി. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് നമ്മുടെ ജീവിക്കാൻ വേണ്ടി ഇതും ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന. അപ്പം നമുക്കാണെങ്കിലും ഡിപ്രഷൻ ഒരു വരത്തില്ല. ആ ഒരു ഡിപ്രഷൻ കൊണ്ടുണ്ടാകുന്ന അത് ഒരുപാട് പേര് ഞങ്ങളവിടെ കാണുകയും ചെയ്തു. ഒരുപാട് പേർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഹി വാസ് വെരി കോപ്പറേറ്റീവ്. മൈ ഹസ്ബൻഡ്, ഐ വാസ് ഓൾസോ നോട്ട് വെരി യങ് or dynamic that time, but God has given all the strength to me to do everything by myself. You had that will also to do, right? Yeah, definitely. You had no choice in life. Like you had no choice, and you were the donor. By God's grace, എൻ്റെ അത് മാച്ചിങ്. ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമേ ഉള്ളൂ, എൻ്റേത് മാച്ചിങ് ആകുകയാണെങ്കിൽ ഇത് നടക്കാനുള്ളതായിരിക്കും. പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. എല്ലാം ദൈവത്തിന്റെ വലിയ വലിയ കൃപ. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഐ ഹേർഡ് നിങ്ങൾ അത് കഴിഞ്ഞ് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്തു. അത് ബീങ് എ ടീച്ചർ ഇറ്റ്സെൽഫ്, യു നോ, നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വീട് നമ്മൾ പറയത്തില്ലയോ, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമൊന്നുമില്ല, അത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. എല്ലാവർക്കും അതൊരു നല്ലൊരു പോയിന്റ് ഇപ്പൊ ഈ പറഞ്ഞ ലൈക്ക് ഹിന്ദു മുസ്ലിം ആർക്കും ഓണം സെലിബ്രേഷൻ ഉണ്ടോ, അതുപോലെ ഈദിന്റെ സെലിബ്രേഷൻസ് ഉണ്ടോ, കൾച്ചറൽ ആക്ടിവിറ്റി ഉണ്ടോ, സോഷ്യൽ ആക്ടിവിറ്റി ഉണ്ടോ, വിഷു, എല്ലാത്തിനും ഗ്യാദർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് നമ്മളൊരു കോമ്പൗണ്ടിൽ. ഐ ഗെസ് എവറിബഡി ഷുഡ് ലിസൺ ടു ദിസ്. എല്ലാവരും അതൊന്ന് കേൾക്കേണ്ടതാണ്. ഒരു വീട്ടിൽ ഏത് ജാതിക്ക് ആൾക്കാർ വന്നാലും, ഏത് സെലിബ്രേഷൻ ആയിരിക്കട്ടെ, ഏത് റിലീജിയൻ്റെ സെലിബ്രേഷൻ ആയിക്കോട്ടെ, വിൽ ഡു ഇറ്റ് ഓൾ ടുഗെദർ എന്നും പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു ഹൗസ് ദാറ്റ് ഹാസ് ടു ബി അഡ്മയർഡ്. ആൻഡ് ദാറ്റ് മൈ സല്യൂട്ട് ടു യു മാം ഫോർ ദാറ്റ്. അത് ഇന്നലെ ഞാൻ ഐ ഹാപ്പൻ ടു സീ എ മൂവി ലൈക്ക് മലയാളി ഫ്രോം ഇന്ത്യ മൂവി കാണാൻ. അതിൽ ഐ സോ ദ സെയിം മെസ്സേജ് ലൈക്ക് യുനോ, നമ്മളൊക്കെ എന്തിനാ ഈ ജാതി, എന്തിനാ റിലീജിയൻ പറഞ്ഞിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നില്ലേ? യുനോ, അവരവർക്ക് എന്താ ശരിയെന്ന് തോന്നുന്നു, അവരവരുടെ സ്പിരിച്വൽ ഉണർവ് എന്താണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ കൂടുതലിരിക്കും. പക്ഷേ എൻ്റേതാണ് മാത്രം ശരി, ബാക്കി എല്ലാ ഡോസും ഞാൻ ക്ലോസ് ചെയ്യുവാണ്, വേറെ ആരും എൻ്റെ വീട്ടിൽ വരണ്ട, ബാക്കിയെല്ലാം ജാതികൾ, ബാക്കിയെല്ലാം വേണ്ട, ആവശ്യമില്ലാത്ത ജാതി റിലീജിയൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരുപാട് പേർക്കുണ്ട്. ഇപ്പോഴും നോക്കി കഴിയുമ്പോൾ നമ്മൾ എക്സാക്ട്ലി ഇത് തന്നെയാണ് സൊസൈറ്റിയിലുള്ള ഫൈറ്റ്സ് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പേരിൽ, റിലീജിയൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്. എൻ്റെ റിലീജിയനാണ് വലുത്, നിൻ്റെ റിലീജിയനാണ് വലുത്, എൻ്റെ ഇതല്ല അവിടെ, നിൻ്റെ അല്ല അവിടെ അല്ല, എൻ്റെ വീട്ടിൽ ഈ ജാതിക്കാർ വരണ്ട, എൻ്റെ വീട്ടിൽ ആ ജാതിക്കാർ വരണ്ട, ഇങ്ങനത്തെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇസ് ലൈക്ക് ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ബി ഇറ്റ് ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് എന്നുള്ളത് ആരും മറക്കരുത്. നമ്മളെല്ലാം മനുഷ്യരാണ്. മരിച്ചു കഴിഞ്ഞാൽ പേരും പോയി ശവമെന്നാണ് പറയുന്നത്. ഡെഡ് ബോഡി എപ്പോഴാണ് അടക്കുന്നത്, ബോഡി എപ്പോഴാണ് കത്തിക്കുന്നത്, പേര് പോലും പോവും. പിന്നെ എന്ത് ജാതി, പിന്നെ എന്തിനാ ഇതും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? ഇത്രയും വൈരാഗ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കമ്മ്യൂണിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ചെയ്ത് പരസ്പരം സോഷ്യലൈസ് ചെയ്ത് എല്ലാ സെലിബ്രേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ആഘോഷിക്കാൻ ചെയ്യുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ട് ഈ കമ്മ്യൂണിറ്റി മുമ്പോട്ട് പോകും. മാം, we have a dedication. Yes. Okay, a song dedication for you. Nice. അത് നമ്മളുടെ ടീം, നമ്മളെല്ലാം നമുക്ക് ഗസ്റ്റ് നമ്മൾ വിത്ത് ലോട്ട് ഓഫ് ലവ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനം. സോ വി വോണ്ട് യു ടു എൻജോയ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് എ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഫോർ യു ആൻഡ് ഓഫ് കോഴ്സ് ദ വ്യൂവേഴ്സ് ക്യാൻ എൻജോയ് ഇറ്റ്, യു ക്യാൻ സീ ഇറ്റ്. സോ മാം, ലെറ്റ്സ് ലിസൺ ടു ദാറ്റ്. Yeah. All right. Sure. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും, കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും, കനവായി തോർന്നിടും. രാമേഘം പോൽ വെൺതാരം പോ
എന്നോർത്തു ഞാൻ. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും. വെയിൽ നാളം പോ നിൻ കണ്ണിലൻ ചുംബനം തൂവലായി പൊഴിഞ്ഞൊരി ആർദ്രമാം നീലാക്കുളിർ അണയും ഞാറ്റുവേലയെന്തിനോ ഒരു മാത്ര കാത്തെന്നോർത്തു ഞാൻ. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും. വെൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും. പറയാമോ, ലൈക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? ആ സമയത്ത് അപ്പം നമുക്ക് കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ നേരത്തെ മേടിച്ചിട്ടുണ്ട്, കാട് കയറിയ ഒരു സ്ഥലമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇനി മക്കൾക്കൊന്നും ഇതൊക്കെ ഇവിടെ എന്താണെന്നൊന്നും അറിയത്തില്ല, ചുമ്മാ കാട് ഒരു 10 minutes ഡ്രൈവേ ഉള്ളൂ അവിടുന്ന്. ഞാൻ ചോദിച്ചു ഞാനൊന്ന് പോയിട്ട് അതൊക്കെ അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കാടൊക്കെ. അങ്ങനെ ഞാൻ കോട്ടയത്ത് മണിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഒരു ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എന്താ ഞങ്ങൾക്കൊരു പാഷനായിരുന്നു 2 പേർക്കും ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇന്നത്തെ ഈ വെച്ചിരിക്കുന്ന പൂ പോലെ എവിടെ പോയാലും തലയിലൊരു പൂ വെച്ച് പോകുന്ന ആളായിരുന്നു. ഈവൻ സൗദി അറേബ്യ സ്കൂളിലാണെങ്കിലും രാവിലെ നമ്മുടെ സ്വന്തം ഗാർഡനിൽ നിന്നൊരു പൂ പറിച്ച് വെക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഹസ്ബൻഡിനോട്, എന്നാൽ പിന്നെ ഞാൻ അവിടെ ഒരു ഗാർഡൻ വീട്ടിലങ്ങ് ചെടി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും എടുക്കാം, ഗാർഡൻ തുടങ്ങണം. ഞാൻ പറയുന്നതിനൊന്നും നോ പറയുന്ന ഒരാളല്ല. സോ ഹി അഗ്രീഡ്. അപ്പം ചെറിയ തോതിലൊരു നഴ്സറി തുടങ്ങാമെന്ന് ഓർത്ത് ഒരു ഗാർഡൻ. അതാകുമ്പോൾ 2 പേർക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് നമ്മുടെ സമയം പോവുകയും ചെയ്യും. അങ്ങനെ ടൈം പാസിന് തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. ഇപ്പം എനിക്ക് സമയമില്ല. എല്ലാവരും പറയും റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാം റിലാക്സ്, അതും പ്രത്യേകിച്ച് കിഡ്നി ഡൊണേറ്റ് ചെയ്തു ആൻഡ് ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കഴിഞ്ഞ് ഓക്കെ ഇനിയും ഞങ്ങൾ ഇച്ചിരി ഇരിക്കട്ടെ എന്ന് പറയുന്നിടത്താണ് ഷീ ഡിഡ് ഓൾ ദിസ്. This is what a story is all about. താങ്ക് യു പ്രിയ. പക്ഷെ നമ്മളങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ നമുക്ക് ലൈഫിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരും. നഴ്സറി സ്റ്റാർട്ട് ചെയ്തു, അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് എന്താ പിന്നെ മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന് പറഞ്ഞുള്ള ഒരു പ്ലാനുമായിട്ടുള്ള ഒരു കമ്പനിയെ പറ്റി. അതായത് ഫെർട്ടിലൈസറെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, SPC എന്ന് പറയും, സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി. അപ്പം ഞാൻ ഓർത്തു അവരുടെ ഒരു ഫ്രാഞ്ചൈസി ആയി കഴിഞ്ഞാൽ നമുക്ക് വളങ്ങളൊക്കെ ചെടിയുടെ കൂടെ കൊടുക്കാമല്ലോ എന്നും കണ്ട് അങ്ങനെ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഫ്രാഞ്ചൈസി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കമ്പനി വാണ്ടഡ് അവരുമായിട്ട് അക്വൈൻറ്റൻസസ് ആയി കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു വി വാണ്ട് യു ടു ബി ദ ഡയറക്ടർ ഓഫ് അവർ കമ്പനി. Very nice. ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ദിസ് ഏജ്, ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ഐ എൻജോയ് ഡൂയിങ് ഓൾ ദിസ്.
അതാണ് അത് മാമിന് ഈസി ആയിട്ട് വരാൻ ജസ്റ്റ് ബിക്കോസ് ഈ പറഞ്ഞാലേ ഈ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് ഗോ ത്രൂ ചെയ്തുകൊണ്ടുള്ള ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് യുവർ മൈൻഡ് സെറ്റ്. അതാണ്. അതല്ല ഹെൽത്ത് മാത്രമായിട്ട് നമ്മൾ നോക്കിയിരുന്നാൽ എന്നെ കൊണ്ട് ഒക്കുന്നില്ല, എന്നെ കൊണ്ട് ഒക്കുമോ എന്നുള്ള സംശയത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നാൽ ജനലം മുഴുവൻ അവസാനത്തെ ശ്വാസം വരെ അവിടെ ഇരുന്ന് പോത്തേ ഉള്ളൂ. ആൻഡ് യുവർ ലൈഫ് ഇസ് ലൈക്ക് കംപ്ലീറ്റ് ഒരു സ്റ്റാഗ്നന്റ്, ഒരു എവിടെയെങ്കിലും ഇപ്പോൾ ഇടിച്ച് നിന്ന ഒരു ഫീലാവും. ഇനി എന്ത് കാണിക്കാൻ എന്നുള്ളൊരു ഫീലാവും. പക്ഷേ ഐ ഓൾവേസ് സേ ലിവ് till your last breath. Till your last breath you need to live your life. ഈ ലാസ്റ്റ് ബ്രെത്ത് എന്ന് പറയുന്ന ആർക്കും ഏത് ഏജിലും വരാവുന്ന. ഇറ്റ് ക്യാൻ ബി ഇൻ യുവർ 20s, ഇറ്റ് ക്യാൻ ബി 30s, 40s, 50s, 60s, 80s, ചിലർ 90, 100 വരെയും ജീവിച്ചിട്ടുണ്ട്. സോ അത് വരുമ്പം വരട്ടെ, മരണമൊക്കെ വരുമ്പം വരട്ടെ. ബട്ട് ജസ്റ്റ് ലിവ് യുവർ ലൈഫ് ടിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത്. അത് ആരല്ല, യങ്സ്റ്റേഴ്സ് ആയാലും ഓൾഡ് പീപ്പിൾ ആയാലും ആരാണെങ്കിലും ജസ്റ്റ് ലിവ് യുവർ ലൈഫ് ടു ദ ലാസ്റ്റ് ബ്രെത്ത്. ഇല്ലേ, ദാറ്റ് ഈസ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം യുവർ ലൈഫ് ആൻഡ് യു ആർ ട്രൂലി എ റോൾ മോഡൽ മാം. അത് അമ്മയൊക്കെ പറയുന്നത് യു അണ്ട തൊലി ചുളുങ്ങി ഇങ്ങനെ നോക്കിയുള്ള, പക്ഷെ ഇറ്റ്സ് ഹാപ്പനിങ് ടു മീ. അതാ പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യുന്നേ, ഇറ്റ് ഹാപ്പൻസ്. അല്ലെങ്കിൽ പോലും ഇപ്പൊ അല്ലെങ്കിൽ പോലും മാം ദർ ഇസ് നോട്ട് വൺ സോൾ ബോൺ ഓൺ എർത്ത് ഈ ഒരു അവസ്ഥ വരാത്ത. ലൈക്ക് യു ആർ ബോൺ, ഇഫ് യു ആർ ബോൺ യു ആർ ബൗണ്ട് ടു ഏജ്. അത് നിയമമാണ്, ലോക നിയമമാണ്. അത് എൻജോയ്. ഈവൻ ഓരോ റിങ്കിൾ വരുന്ന പോലും യെസ്, ഓരോ റിങ്കിളും ഓരോ എക്സ്പീരിയൻസ്. The more you wrinkle, the more you experience. നമ്മൾ പറയത്തില്ല, ഈവൻ ചിലരും we have to have gratitude. നമ്മൾ ദൈവത്തോട് ഈ റിങ്കിൾ വരാനുള്ള വയസ്സ് വരെ നമുക്ക് ആയുസ് കിട്ടിയില്ലേ. അതാണ്. And age is just a number, അല്ലേ? ഇപ്പോഴും don't you feel that you're still in your 20s? This why I have a flower. I know that. അപ്പോൾ ചിലപ്പോൾ മക്കളൊക്കെ പറയും ഇനി ചെമ്പരത്തി പൂവാണല്ലോ അമ്മയുടെ ചെവി. പക്ഷേ following my mother. അത് എനിക്ക് I want my team, my camera team to take that flower. മാമിൻ്റെ, കാരണം ഞാൻ മാമിൻ്റെ നേരത്തെ മാമിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് വന്നപ്പോൾ ഞാനിത് കേട്ടിട്ടുണ്ട്. മാം വർഷങ്ങളായിട്ട് പണ്ട് തൊട്ട് യു ഓൾവേസ് ഹാവ് എ ഫ്ലവർ. അത് ഈ ഏജിൽ മാമിൻ്റെ കൊച്ചിലത്തെ ഏജ് മുതൽ ഈവൻ ദിസ് ഏജിൽ മാം ഈ ഒരു ഫ്ലവർ വെക്കുന്ന മാമിൻ്റെ ഒരു അത് ആ ഫ്ലവർ കണ്ട റൂബി ഈസ് ഈക്വൽ ടു ഫ്ലവർ എന്നുള്ളൊരു നമ്മളിൽ എപ്പോഴും ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത് നല്ലതാണ്. വൈ ഡു യു വാണ്ട് ടു ബി ദ സെയിം ആസ് ദ റെസ്റ്റ് ഓഫ് ദ ക്രൗഡ്? Let's be different. Let's all be different type of people till we live, till our last breath. I would say let's all be. Other ചിലർക്ക് വട്ടാൻ തോന്നും, ചിലർ പറയുമ്പോൾ this is beautiful. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്, the way you perceive things. അതാണ്, അത്രേ ഉള്ളൂ. the way you perceive things, അത്രേ ഉള്ളൂ. നമുക്ക് ഭംഗിയും തോന്നണമെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഭംഗിയാവും. നമുക്ക് ഒരാൾ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പം അയ്യോ ഇതെന്താ ഇത് വട്ടാണോ എന്ന് ചോദിക്കണം തോന്നിയാൽ അത് ആ രീതിയിൽ എടുക്കുകയുള്ളൂ. പക്ഷേ എല്ലാത്തിലും ഒരു ഭംഗി കാണണം. ഏത് കാര്യത്തിലും ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് നമ്മളൊന്ന് വിചാരിക്കണം. ആ ബ്യൂട്ടിയൊക്കെ നമ്മൾ വിചാരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ബ്യൂട്ടി ഫസ്റ്റ് വരണം. നമ്മുടെ ഉള്ളിലൊരു ബ്യൂട്ടി ഇല്ലാതെ നമ്മൾക്ക് ചുറ്റുവട്ടമുള്ള ഒരു ബ്യൂട്ടിയും കാണാനൊക്കത്തില്ല. എന്തിനും കുറ്റവും കുറവും കണ്ടുപിടിച്ച് എല്ലാം തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്വന്തം ജീവിതത്തെ നോക്കാതെ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് ഇവരുടെ കുറവുകൾ എന്താ, അവരുടെ വീട്ടിൽ എന്താ നടക്കുന്നത് നോക്കിയിരുന്നാൽ നമ്മുടെ ഉള്ള സൗന്ദര്യം കൂടെ പോവും, ഉള്ള എനർജി കൂടെ പോയി നമ്മളും ഒരുമാതിരി ഒരു നെഗറ്റീവ് എനർജി ഫില്ലായി നിൽക്കുന്ന ബോഡിയായി തീരും. അതിന് പകരം എല്ലാം ഭംഗിയായിട്ട് കാണുക, എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുക. എവ്രിതിങ് ഇസ് ബ്യൂട്ടിഫുൾ അറൗണ്ട് മീ നമ്മളൊന്ന് വിചാരിക്കാമെങ്കിൽ തന്നെ നമ്മളിൽ ബ്യൂട്ടി കാണും, നമുക്ക് ചുറ്റുവട്ടുള്ള ബ്യൂട്ടി നമുക്ക് കാണാൻ നോക്കും. സോ ദിസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. ഞങ്ങൾ കോട്ടയത്ത് മണിപ്പുഴയിൽ RJ ഗാർഡൻസ് തുടങ്ങുമ്പോൾ ഞാൻ ഈ സെയിം പ്രോബ്ലം ഫേസ് ചെയ്തു. സൗദി അറേബ്യയിൽ ഓൾമോസ്റ്റ് 40 ഇയേഴ്സ് ടീച്ചറല്ലേ, എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പൊ 3 മക്കളും 3 മരുമക്കളും ജോലി ചെയ്യുന്ന ഒരാൾ വന്നു. അല്ല, പൂവച്ച് നടക്കുന്നല്ല, ചെടിക്കട ആരംഭിച്ചു, വീണ്ടും ബിസിനസ്. ഇനിയും കാശ് ഉണ്ടാക്കാനുള്ള ഒരു ആർത്തി പോലാണ് മനുഷ്യരതിനെ കണ്ടത്. അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്, റെസ്റ്റിംഗ് ടൈമാണ്, റിട്ടയർമെൻറ്റ് ഏജ് എന്നൊക്കെ പറഞ്ഞു വന്ന് സുഖമായിട്ട് റെസ്റ്റ് എടുത്തു. പക്ഷേ ആ ഒരു 6 months അല്ലെങ്കിൽ 8 months റെസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പോൾ മനസ്സിനുണ്ടായ ആ ഒരു ചേഞ്ചസ് അത് ആണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ റെഡിയായത്. പക്ഷേ അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മണി ഞാൻ നോക്കുന്നേ ഇല്ല. കുറേ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നു, ആൾക്കാർ ജോലി അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ കുടുംബം കഴിയുന്നുണ്ടല്ലോ. സോ മാം, we have to wind up this session. എനിക്കറിയാം സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഒരുപാടുണ്ടെന്ന് I know, but then നമുക്ക് ടൈമിൻ്റെ ലിമിറ്റ് ഉള്ളതുകൊണ്ട്. So with this I have to say thank you so much. So ladies and gentlemen, boys and girls, we wind up today's session. With this is me, Priya Jacob, signing off. So until we meet next, it's a big bye from my side.